ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ എന്നതിനെ പറ്റിയുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രധാനമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എന്താണ് ഈ ഗർഭാശയ ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം, ഇത് എങ്ങനെ തടയാൻ കഴിയും, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് അറിയാം. സെർവിക്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിലെ അതായത് ഗർഭാശയത്തിന്റെ തുടക്ക ഭാഗമാണ്. നമ്മുടെ യൂട്രസും വജൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് വരുന്ന ക്യാൻസറിനെയാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രണ്ടാമത്തെ ക്യാൻസറിൽ ഒന്നാണ് ഈ സെർവിക്കൽ ക്യാൻസർ. ഈ ക്യാൻസറിനുള്ള ബേസിക് കോസ് എന്ന് പറയുന്നത് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ആണ്. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാ സ്ത്രീകളിലും കണ്ടുവരുന്നതാണ്. പക്ഷേ HPV വന്നു കഴിഞ്ഞു എന്ന് കരുതി എല്ലാവർക്കും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകണമെന്നില്ല. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ ഒരു HPV വൈറസ് പകരുന്നത്. ഇങ്ങനെ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഈ ഒരു വൈറസിനെ പ്രതിരോധിക്കുന്നു. ഇങ്ങനെ ഒരു 80% പേരിലും നമ്മുടെ ബോഡി തന്നെ ഇതിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. എന്നാൽ കുറച്ചു പേരിൽ ഈ ഒരു വൈറസ് മാറാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സെൽസ്, അതായത് നമ്മുടെ ശരീരത്തിലെ സെർവിക്സിന്റെ ഭാഗത്തുള്ള കോശങ്ങൾ ഇതിനെതിരായിട്ടുള്ള പ്രതിപ്രവർത്തനം നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കോശങ്ങൾ ക്യാൻസർ സെല്ലായിട്ട് മാറും. ഇങ്ങനെയാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് HPV വൈറസ് വന്നവരിൽ നമുക്ക് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു 10-15 വർഷത്തോളം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കോശങ്ങളുടെ പ്രതിപ്രവർത്തനം നടക്കുന്നത് മൂലം പതിയെ ഈ കോശങ്ങൾ ക്യാൻസർ സെല്ലായിട്ട് മാറും. അതുകൊണ്ട് ഇങ്ങനെ ഒരു 10-15 വർഷം എന്ന് പറയുന്നത് ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സെർവിക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് ഒരു 20 വയസ്സിന് ശേഷം 30 വയസ്സ് വരെയുള്ളവരിലാണ് ഈ ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ സെർവിക്കൽ ക്യാൻസർ കൂടുതലായിട്ടും കാണുന്നത് 50 വയസ്സിന് അല്ലെങ്കിൽ 45 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലാണ്, അതായത് ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു 30 വയസ്സിന് ശേഷം ഒരു 45 വയസ്സ് വരെയും ഇങ്ങനെ സെർവിക്കൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ളവരുടെ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് എന്ന ഘട്ടമായിരിക്കും. ഈ ഒരു സമയത്ത് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം ഈ ഒരു HPV ഇൻഫെക്ഷൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത സ്ത്രീകൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഒട്ടുമിക്കവരും ശരീരം തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരുവിധം ആൾക്കാരിൽ ഒന്നും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകാറില്ല. എന്നാൽ ചിലരിൽ ഈ വൈറസ് മാറാതെ നിൽക്കുന്നത് മൂലം നമ്മുടെ ശരീരം പ്രതിപ്രവർത്തനം നടത്തുകയും ക്യാൻസർ സെൽസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഈ സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഒട്ടുമിക്ക സ്ത്രീകളിലും ലക്ഷണങ്ങളൊന്നും കാണാറില്ല. പൊതുവെ ഒരു 3rd സ്റ്റേജ് അല്ലെങ്കിൽ 4th സ്റ്റേജിലാണ് ലക്ഷണങ്ങൾ സിവിയർ ആയിട്ട് കണ്ടു തുടങ്ങുന്നത്. എന്നിരുന്നാലും ചിലരിൽ വെള്ളപ്പോക്ക് വരാറുണ്ട്. വെള്ളപ്പോക്ക് എന്ന് പറയുമ്പോൾ വാട്ടറി ആയിരിക്കാം. പതുക്കെ അതിൽ രക്തം കലർന്നു വരാൻ വല്ലാത്ത ദുർഗന്ധവും ഉണ്ടായിരിക്കാം. പിന്നെ വരുന്ന ഒരു സിംറ്റംസ് ആണ് ബ്ലീഡിങ്, അതായത് യോനി ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന രക്തസ്രാവം. 3 തരത്തിൽ കാണാറുണ്ട്. ഇതിലൊന്ന് ലൈംഗിക ബന്ധത്തിന് ശേഷം കണ്ടുവരുന്ന ബ്ലീഡിങ്. ഇതല്ലാതെ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ട്, 2 മാസമുറകൾക്കിടയിലുള്ള ബ്ലീഡിങ്. ആദ്യത്തെ മാസമുറ കഴിഞ്ഞ് 2ാമത്തെ മാസമുറ വരുന്നതിന് മുമ്പ് ഇടയ്ക്കുള്ള സമയത്ത് ചിലരിൽ ബ്ലീഡിങ് കാണാറുണ്ട്. 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആർത്തവ വിരാമത്തിന് ശേഷം കണ്ടുവരുന്ന ബ്ലീഡിംഗ് ആണ്. ഒട്ടുമിക്ക സ്ത്രീകളിലും മെനോപോസ് കഴിഞ്ഞ് ചിലപ്പോൾ 1-2 വർഷത്തിന് ശേഷം വീണ്ടും ബ്ലീഡിംഗ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഇത് നമുക്ക് ക്യാൻസറിന്റെ ഒക്കെ ലക്ഷണമായിട്ട് എടുക്കാം. ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്തുകൊണ്ട് ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി എന്ന് കൺഫേം ചെയ്യണം. അതുകൂടാതെ ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് യോനിയിൽ വേദന അനുഭവപ്പെടുക, അതല്ലെങ്കിൽ നടുവേദന, അടിവയറിന് വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ മൂത്രാശയത്തിന്റെ ഭാഗത്തേക്കോ അതല്ലെങ്കിൽ മലാശയത്തിന്റെ ഭാഗത്തേക്കോ എല്ലാം ക്യാൻസർ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പലർക്കും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ മൂത്രത്തിൽ രക്തം കലരുക, ഒട്ടും മൂത്രം പോകാത്ത അവസ്ഥ, മലാശയത്തിന്റെ ഭാഗത്ത് കഠിനമായ വേദന അനുഭവപ്പെടുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാം. ഒപ്പം തന്നെ ക്യാൻസറിന്റെ കോമൺ സിംറ്റംസ് ആയ ക്ഷീണം, വിശപ്പില്ലായ്മ, ശരീരം നന്നായിട്ട് മെലിയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ. പക്ഷേ തുടക്കത്തിൽ മിക്കവരും ലക്ഷണങ്ങളൊന്നും കണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ പലരും തുടക്കത്തിൽ ഇത് തിരിച്ചറിയാറുമില്ല. ഒരു 3rd സ്റ്റേജോ 4th സ്റ്റേജോ എത്തിക്കഴിയുമ്പോഴാണ് മിക്കവരും ഇത് തിരിച്ചറിയുന്നത്. ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാലും പുറത്തു പറയാൻ മടിച്ച് വൈകിക്കുന്നവരും ഇത് തീർത്തും തെറ്റായ പ്രവണതയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ ലക്ഷണങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ പുറത്ത് പറയാൻ മടിക്കരുത്. വൈകാതെ ഡോക്ടറെ കാണിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം. പ്രധാനമായും നേരത്തെ കല്യാണം കഴിക്കേണ്ടി വന്നവർ, അതായത് നേരത്തെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നവർ, ഒരു 20 വയസ്സിന് മുമ്പ്. ഇതുകൂടാതെ ഒന്നിലധികം സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർ, മറ്റെന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, HIV പോലുള്ള അസുഖങ്ങളുള്ളവർ, പ്രതിരോധശേഷി കുറവുള്ളവർ, ഇത്തരത്തിലുള്ളവരെല്ലാം ഇങ്ങനെയുള്ള സെർവിക്കൽ ക്യാൻസർ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം നേരത്തെ കണ്ടുപിടിക്കുന്നതിനായി പാപ്സ്മിയർ ടെസ്റ്റ് 30 വയസ്സിന് ശേഷം 3 വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൂടാതെ മറ്റൊരു ടെസ്റ്റ് കൂടി ഉണ്ട്,
HPV വൈറസ് DNA ടെസ്റ്റ് ആണെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ വഴി നമുക്കൊരു ക്യാൻസറിന് സാധ്യതയുണ്ടോ എന്ന് നേരത്തെ തിരിച്ചറിയാനാകും. അതുകൂടാതെ ഈ ഒരു HPV വൈറസിനെതിരെ വാക്സിനും നിലവിലുണ്ട്. ഇതൊക്കെയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളും ഇത് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളും. ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. മാത്രമല്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിലും വൈകാതെ ഒരു ഡോക്ടറെ കാണിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ഇത് നേരത്തെ തിരിച്ചറിയാനായി നമുക്ക് ഈ അസുഖം പൂർണ്ണമായി മാറ്റിയെടുക്കാനും ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന് കഴിയും. ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.